1084 ലോകം മൈക്കിൾ ജാക്സന്റെ താളത്തിൽ തുള്ളി നിൽക്കുമ്പോൾ ആ സ്മിത്തിന് പിന്നിൽ ഒരു ബാല്യമുണ്ടായിരുന്നു. ആരും കേൾക്കാത്ത നിലവിളി. മൈക്കിൾ ജാക്സന്റെ യഥാർത്ഥ ജീവിതകഥ അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ പറയാത്ത ഭാഗമാണ്. 5 വയസ്സ്, സ്കൂളോ കളികളോ ഇല്ല. ജോ ജാക്സൺ എന്ന പിതാവ് ബെൽറ്റും ഫണ്ണുമേന്തി നിൽക്കും. ഒരു തെറ്റ് സംഗീതമാണ്, ശിക്ഷ രക്തമാണ്. ആ രാത്രികളിൽ മൈക്കിൾ ഭയന്ന് വിറച്ചു. പക്ഷെ പുഞ്ചിരിക്കാൻ പിതാവ് പഠിപ്പിച്ചു. ദാറ്റ്സ് എന്റർടൈൻമെന്റ്, പിതാവ് പറയും. ഇവിടെയാണ് വിള്ളൽ വീണത്. പുറത്ത് ബില്ലി ജീൻ, അകത്ത് കൊല്ലപ്പെട്ട ഒരു ബാല്യം. വളർന്നപ്പോൾ മൈക്കിൾ ഒരു രാജ്യം പണിതു, നെവർലാൻഡ്. ഒരിക്കലും വളരാത്ത കുട്ടിക്ക് വേണ്ടിയുള്ള സങ്കേതം. എന്നാൽ സമൂഹം അതിനെ ഇരുട്ടിന്റെ ഗുഹയായി കണ്ടു. 1993 ആദ്യ ആരോപണം. ലോകം വിധികർത്താവായി. മൈക്കിൾ ജാക്സൺ വിശദീകരിച്ചു. പക്ഷേ പത്രങ്ങൾ വിറ്റഴിച്ചത് സെൻസേഷനുകളായിരുന്നു. അവൻ പറഞ്ഞു, ഞാൻ ഒരു കുട്ടിയെയും ഉപദ്രവിച്ചില്ല. എന്നാൽ ട്രൂത്ത് വേഴ്സസ് ക്ലിക്ക് ബെയ്റ്റ് ജയിച്ചു. 2009 ജൂൺ 25 ദിസ് ഇസ് ഇറ്റ് റിഹേഴ്സലിൽ അദ്ദേഹം പറഞ്ഞു, പ്രേക്ഷകർക്ക് ഏറ്റവും മികച്ചത് കൊടുക്കുക. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഹൃദയം നിന്നു. പ്രോപ്പോഫോൾ അമിത ഡോസ്. ലോകം കരഞ്ഞു. പക്ഷെ ഒരു ചോദ്യം ബാക്കി. മൈക്കിൾ ജാക്സൺ മരിച്ചത് ഹൃദയാഘാതം കൊണ്ടാണോ, അതോ താൻ ഒരിക്കലും കേൾക്കാത്ത ആ ബാല്യത്തിന്റെ ഓർമ്മകൾ കൊണ്ടോ? മൈക്കിൾ ജാക്സൺ, കിങ് ഓഫ് പോപ്പ്. പക്ഷെ ഏറ്റവും വലിയ രാജ്യദ്രോഹം അവൻ സ്വന്തം ബാല്യത്തോട് ചെയ്തു. നിങ്ങളുടെ ബാല്യത്തിലെ ഏറ്റവും വലിയ സന്തോഷം ഏതാണ്? കമന്റിൽ എഴുതൂ. ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ.